യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കും. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നതാകുന്നു. അവന്റെ വചനം ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വഴിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് നാം അവന്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നു തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവന് സത്യമില്ല. എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവരിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ജെറോം. അദ്ദേഹം വലിയ ബൈബിൾ പണ്ഡിതനൊക്കെയാണ്. ഒരു ക്രിസ്മസ് ദിനത്തില് ഈശോ വിശുദ്ധ ജെറോമിന് പ്രത്യക്ഷപ്പെട്ടു. ജെറോമിനോട് പറഞ്ഞു, ജെറോമേ, നിന്റെ ജന്മദിനമാണ്, നീ എനിക്ക് എന്താണ് സമ്മാനം തരിക? ജെറോം ചോദിച്ചു, ഈശോയെ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് എന്ത് വേണ്ട ചോദിച്ചു. ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ ഈശോ പറഞ്ഞു, ജെറോമേ, എനിക്ക് വേണ്ടത് നിന്റെ കഴിവ് കൊണ്ട് നീ നേടിയെടുത്തത് എന്താണോ അതെനിക്ക് സമ്മാനമായി തരാൻ പറഞ്ഞു. ഉടനെ ജെറോം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങള്, ബൈബിൾ വ്യാഖ്യാനങ്ങള്, അതെല്ലാം എടുത്ത് ഈശോയെ കൊടുത്തു. ഈശോ, ഇതെല്ലാം എന്റെ കഴിവുകൊണ്ട് നേടിയതാണ്, നിനക്ക് ഞാൻ സമ്മാനമായി തരുമെന്ന്. ഈശോ പറഞ്ഞു, ജെറോമേ, അതെനിക്ക് വേണ്ട. നീ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ബൈബിൾ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നൽകിയ കഴിവ് നീ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് നിന്റെ കഴിവ് കൊണ്ട് മാത്രം നീ നേടിയെടുത്ത് എന്താണോ അതെനിക്ക് സമ്മാനമായി തരാം. ഉടനെ ജെറോം അവന്റെ ബുദ്ധിശക്തി, ആരോഗ്യം, എഴുതാനുള്ള കഴിവ്, അതെല്ലാം ഈശോയെ കൂടെ. ഈശോ, ഇതെല്ലാം എന്റേതാണ്. ഈശോ, ജെറോമേ, അതും എനിക്ക് വേണ്ട. നിനക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എഴുതാൻ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നൽകിയ കഴിവ് നീ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. നിന്റെ കഴിവ് കൊണ്ട് മാത്രം നീ നേടിയെടുത്ത് സമാനമായി തരാൻ. ജെറോം കുറേ സമയം ചിന്തിച്ചിട്ടൊരു എത്തുപിടിയും കിട്ടുന്നില്ല. അവസാനം ജെറോം സങ്കടത്തോടെ പറഞ്ഞു, ഈശോയെ, നിനക്ക് എന്താ വേണ്ടത്? കൃത്യമായിട്ടത് പറയാവോ? ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. കൊണ്ട് ഈശോ പറഞ്ഞു, ജെറോമേ, എനിക്ക് വേണ്ടത് നിന്റെ പാപങ്ങളാണ്. നിന്റെ കഴിവ് കൊണ്ട് നീ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പാപങ്ങൾ മാത്രമാണ്. അത് ഞാൻ നൽകിയതൊന്നുമല്ല, അത് നീ നേടിയെടുത്തതാണ്. അതുകൊണ്ട് നീ ആ പാപങ്ങൾ എനിക്ക് സമ്മാനമായി തരാം. ജെറോം അന്നുവരെ ചെയ്ത എല്ലാ പാപങ്ങളെയും ഓർത്ത് ആഴമായി അനുഭവിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തിയെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പുസ്തകത്തിൽ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈശോ നമ്മളോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ കഴിവ് കൊണ്ട് നാം നേടിയെടുത്തത് ഈശോയ്ക്ക് സമ്മാനമായി കൊടുക്കുക. അത് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുത്തത് നമ്മുടെ പാപങ്ങളാകട്ടെ, ബാക്കി എല്ലാ ദൈവങ്ങളും നൽകിയതാണ്. നമ്മുടെ ആരോഗ്യം, ബുദ്ധിശക്തി, കഴിവുകൾ, കുടുംബം, സമ്പത്ത്, ജോലി, വാഹനങ്ങൾ, എല്ലാ ദൈവം നമുക്ക് നൽകി. ദൈവം തരാത്തതായിട്ട് നമ്മൾ നേടിയെടുത്തത് നമ്മുടെ പാപങ്ങളാണ്. അത് ദൈവം നൽകിയതൊന്നുമല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ദൈവം നൽകാതെ നമ്മൾ നേടിയെടുത്തത് പാപങ്ങൾ മാത്രം, നമ്മുടെ ബലഹീനത കൊണ്ടൊക്കെ സംഭവിച്ചതാണ്. ആ പാപങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. പെട്ടെന്നുള്ള കുറച്ച് സമയം നമുക്കുള്ളൂ. 4 തൊട്ട് 10 പ്രമാണങ്ങളിൽ പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഓർപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ.
നാലാമത്തെ നമുക്കറിയാം, നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൂടെയാണ്. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവരെ അനുസരിക്കാൻ നമുക്ക് കടമയുണ്ട്. അപ്പോൾ മാതാപിതാക്കളുള്ള കടമകൾ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ആഴമായിട്ട് നമ്മൾ അനുദമിക്കണം. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മാതാപിതാക്കളെ വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ കണ്ണുനീര് കുടുംബത്തിൽ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ അനുദമിച്ച് ആ തെറ്റ് തിരുത്തണമെന്ന് ഈശോ സ്നേഹത്തോടെ ഓർപ്പെടുത്തുകയാണ്. വിവാഹം എന്ന പരിശുദ്ധമായ കൂടാശയിലൂടെ ദൈവം നിനക്ക് നൽകുന്ന ജീവിത പങ്കാളി, ഭർത്താവിനെ ഭാര്യയ്ക്ക് നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. മാനുഷികമായിട്ട് മനുഷ്യന് ചില ആശയവ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ പേരിൽ നീ നിന്റെ ജീവിത പങ്കാളിയെ വെറുക്കുന്നുണ്ടോ? വേണ്ട രീതിയിൽ ബഹുമാനവും ആദരവും കൊടുക്കാതിരിക്കുന്നുണ്ടോ? അതൊക്കെ വലിയ തെറ്റുകളാണ്. കുറവും പോരായ്മയുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് ദൈവത്തിന്റെ ജീവിത പങ്കാളിയെ നൽകിയിട്ടുള്ളത്. ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ ആ വ്യക്തി അംഗീകരിച്ചു പോകുന്ന കാര്യത്തിലൊക്കെ വീഴ്ച വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ആത്മശോധന. ഒപ്പം ദൈവം നമുക്ക് സമ്മാനമായി നൽകിയ മക്കൾ 127 സങ്കീർത്തനത്തില് 3-ാമത്തെ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം അവിടുത്തെ സമ്മാനം. ദൈവം നൽകിയ ദാനമാണ്, സമ്മാനമാണ് നമ്മുടെ മക്കൾ. ദൈവം നൽകിയ മക്കളെ ദൈവോചിതമായിട്ട് വളർത്തുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വീഴ്ച വന്നു. മക്കൾക്ക് നിങ്ങൾ ബാക്കി എല്ലാം കൊടുക്കും, നല്ല സ്കൂൾ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല ജീവിത സൗകര്യം കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ മക്കൾക്ക് ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത്രമാത്രം ആത്മീയത നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യണം. മക്കളെ ദൈവോചിതമായിട്ട് വളർത്തുന്നില്ലെങ്കിൽ അത് മാതാപിതാക്കൾ ചെയ്യും തെറ്റാണ്. മക്കൾക്ക് നന്മയേത് തിന്മയേത് അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ധാർമ്മിക മൂല്യങ്ങളിലൊക്കെ സഭയോട് ചേർന്ന് മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ഇവിടെയൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്തൊക്കെ അനുഭവിച്ച് കുമ്പസാരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉറപ്പെടുത്തിയ കുടുംബ പ്രാർത്ഥന അത് മുടക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നമുക്ക് 24 മണിക്കൂറുള്ള ഒരു ദിവസത്തില് ഒരു 30 മിനിറ്റ് തമ്പുരാന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു നന്ദികേടാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് രാവിലെ വൈകുന്നേരം ഒപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അരമണിക്കൂർ സമയം അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. ഈശോ പറഞ്ഞു, 1-2 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ മധ്യേ ഞാൻ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കുടുംബത്തില് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുന്നത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണ് ദൈവം കടന്നു വരുന്നത്. ആ കൂട്ടായ്മ നമുക്ക് ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയ്ക്ക് ഇല്ലെങ്കിൽ അതൊക്കെ വലിയ പോരായ്മയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 5-ാമത്തെ പ്രമാണം നമുക്കറിയാം, കൊല്ലരുത്. ജീവന്റെ മൂല്യത്തെ കുറിച്ച് ദൈവം പഠിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ പ്രമാണമാണ്. നമുക്ക് ഈ പ്രമാണം ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം, ആദരവ് നമുക്ക് ഉണ്ടാകണം. ദൈവം എനിക്ക് ജീവൻ നൽകി, എന്റെ ജീവനെ ഞാൻ തന്നെ ബഹുമാനിക്കും. ചിലരൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു, ദൈവം എന്തിനെന്നെ ലോകത്തേക്ക് പറഞ്ഞു. അങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ല ലോകത്ത് വന്നത്, ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ ദൈവം നൽകിയ ജീവന് അതിനൊരു മഹനീയതയുണ്ട്, മൂല്യതയുണ്ട്, ഒരു മൂല്യമുണ്ട്, പവിത്രതയുണ്ട്, പരിശുദ്ധിയുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ പഴി പറയരുത്. ദൈവമേ, നീ എനിക്ക് ജീവൻ നൽകിയല്ലോ, ദൈവമേ നന്ദി എന്ന് മാത്രമേ ദൈവത്തോട് പറയാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനക്കുറവും ആദരവൊക്കെ കുറയുമ്പോഴാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ആത്മഹത്യാ ചിന്തകൾ പാപമാണ്. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവത്തിന്റെ അധികാരത്തിൽ നാം സ്വയം കൈകടത്താൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ അധികാരമല്ല, ദൈവമാണ് ജീവൻ നൽകിയതെങ്കിൽ അത് തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ദൈവത്തിന്റെ അധികാരം കൈകടത്താൻ ശ്രമിക്കുന്നതാണ് ആത്മഹത്യാ ചിന്തകൾ. അങ്ങനെ ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതൊക്കെ ഘോരമായ പാപങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ ഒന്നിന്റെ
ജീവിതത്തെ ധീരതയോടെ അഭിമുഖീകരിക്കാൻ കഴിവില്ലാത്തവർ ചെയ്യുന്നൊരു പൈശാചിക പ്രവൃത്തിയാണ്. ഒരിക്കലും നമ്മളത് ആഗ്രഹിക്കുകയോ ചെയ്യണമെന്ന പറയുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിച്ച് കുമ്പസാരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ജീവനോട് തന്നെ ആദരവും ബഹുമാനവും ഉള്ളതുപോലെ മറ്റുള്ളവരോട് കൊണ്ട് ജീവനോട് നമുക്കൊരു ബഹുമാനവും ആദരവും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആരും മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ ഉണ്ട്, എൻ്റെ അപ്പൻ മരിച്ചുപോയി, എൻ്റെ അമ്മ ഇന്ന് മരിച്ചുപോയി, ജീവിത പങ്കാളി മക്കള് കൂടെ മരിച്ചു പോയിരുന്നെങ്കിൽ ഒരിക്കലും അവരെ പ്രാർത്ഥിക്കരുത് കേട്ടോ. ആരുടെയും മരണം ആഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കരുത്. ഓരോരുത്തരെയും പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവരെ വിളിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുങ്ങി മരിക്കുക, പാവമില്ലാത്ത അവസ്ഥയിൽ മരിക്കുക, നല്ല മരണം അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഇന്ന ദിവസം ഇന്ന വ്യക്തി മരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരെയും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, നമ്മളെ ശാരീരികമായി ആരെയും കൊന്നിട്ടൊന്നുമില്ല, ഈ 5-ാം പ്രമാണം എന്നെ ബാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക, ചാതി, പരദൂഷണം, ഏഷണി, ഗോസിപ്സ്, ഇതെല്ലാം 5-ാം പ്രമാണ ലംഘനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലപ്പോഴും ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മനസ്സ് സൂക്ഷിക്കുന്ന കടുത്ത വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളോട് പ്രിയപ്പെട്ടവരൊക്കെ ഈ വെറുപ്പും വിദ്വേഷവും മനസ്സ് സൂക്ഷിച്ച് കുർബാന അർപ്പിക്കാൻ വേണ്ടി വരും. ഈശ്വര വചനം പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 5:23, നീ കാഴ്ചയർപ്പിക്കാനായി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം നിന്റെ കാഴ്ചവസ്തു അവിടെ വയ്ക്കുക, പോയി അവനുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അങ്ങനെയുള്ള കാഴ്ചയർപ്പണങ്ങൾക്ക്, അങ്ങനെയുള്ള ബലിയർപ്പണങ്ങൾക്ക് ദൈവസന്നിധിയിൽ വിലയുള്ളൂ എന്ന് വചനം നമ്മളെ ഓർപ്പെടുത്തിയ അറിയപ്പെട്ടവരെ. നമ്മുടെ ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് എത്ര ബലിയർപ്പിച്ചാലും ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരോട്, നാം വേദനിപ്പിച്ചവരോടൊക്കെ നിരുപാധികം നമ്മൾ ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാശിയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത്. പ്രഭാഷണം 28:6 വായിക്കുന്നുണ്ട്, നിന്റെ ജീവിത അന്ത്യമോർത്ത് നിന്റെ ശത്രുത അവസാനിപ്പിക്കുക. നമ്മുടെ മരണശേഷം നമുക്ക് ആരോടും ക്ഷമ ചോദിക്കാനോ ക്ഷമ സ്വീകരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ജീവിച്ചിരിക്കുമ്പോഴേ ക്ഷമ ചോദിക്കാൻ ക്ഷമ സ്വീകരിക്കാനൊക്കെ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, വെറും വിദ്വേഷവും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കരുതേ. ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഈശോ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. നമ്മൾ ആദ്യം മറ്റുള്ളവരോട് ക്ഷമിക്കണം. മാതാപിതാക്കളോടും ജീവിത പങ്കാളികളോടും കുടുംബത്തോടും മക്കളോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ നാം ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ക്ഷമിച്ചെങ്കിലേ ദൈവത്തിന്റെ ക്ഷമ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ നാമത്തിൽ ക്ഷമിച്ച് മുന്നോട്ട് ഉറപ്പെടുത്തുകയാണ്. പരദൂഷണം, ഏഷൻ, ഗോസിപ്സ്, അതിന്റെ കാലഘട്ടത്തിന്റെ വലിയൊരു തിന്മയാണ്. ആർക്ക് വേണം, ആരെക്കുറിച്ച് എന്ത് വേണം പറയാം. വാട്സപ്പിലും ഫേസ്ബുക്കിലും വെറുതെ പ്രചരിപ്പിക്കും. നമുക്ക് ഊഹാപോഹങ്ങളൊക്കെ പ്രചരിപ്പിക്കുക. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേര് വേദനിക്കുന്നു. ഈശോ പറഞ്ഞ വചനമുണ്ട്, മനുഷ്യന്റെ വായിൽ നിന്ന് പോകുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദിവസം കണക്ക് കൊടുക്കണം. ദൈവം നമ്മളെ വെറുതെ വിടില്ല കേട്ടോ. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഈ പരദൂഷണവും ഏഷണിയും പറഞ്ഞ് അവരുടെ സൽപ്പേര് കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പറയാതെ ഇവിടെ മുന്നിൽ കടന്നു പോകാൻ പറ്റിയില്ല കേട്ടോ. വായിൽ നിന്ന് പോകുന്ന വ്യർത്ഥവാക്കിന് കണക്ക് കൊടുക്കണം നമ്മളുടെ മുന്നിൽ. അതുകൊണ്ട് എന്റെ വാക്കുകൾ കൊണ്ട് ആരും വേദനിക്കരുത്, ആരെ കുറിച്ച് ഒന്നും പറയരുത്. പല വാർത്തയൊക്കെ നമ്മൾ കേൾക്കും, അതൊക്കെ നമ്മുടെ തന്നെ നിൽക്കട്ടെ. വേറെ ആരോടും ആരെ കുറിച്ച് കുറ്റം പറയാനും പരദൂഷണം പറയാനൊന്നും പോകരുതേ എന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും 5-ാം പ്രമാണം ചിന്തിക്കുമ്പോൾ, ഗർഭചിത്രം ഘോരമായ പാപം. അമ്മ
അമ്മമാരുടെ ഉദരങ്ങളിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന ഭീകരമായ പാപം. പണ്ടൊക്കെ നമ്മൾ കേട്ടത് ഒരു ദിവസം 1000കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുന്നതൊക്കെയാണ്. പക്ഷെ ഇന്ന് കണക്കുകളും അനവധിക കണക്കുകളും കൂട്ടി നോക്കുമ്പോൾ ഒരു ദിവസം കോടിക്കണക്കിന് മക്കളാണ് ഈ ലോകത്തെമ്പാടും കൊല ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ വലിയൊരു ടാർജറ്റ് ലക്ഷ്യമാണ് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യണം. അവനറിയാം ദൈവത്തോട് ഏറ്റുമുട്ടിയ ജയിക്കാൻ പറ്റിയല്ല. അപ്പൊ അവനെന്താണ് ഇവരുടെ എന്താ? ദൈവം അവന്റെ സ്വന്തം ഛായയിലും സാധുവിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ ഈ ഗർഭചിത്രത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതൊന്നും പാപമല്ല. രാജ്യങ്ങളൊക്കെ നിയമവിധേയമാക്കിക്കൊണ്ട് ഒരിക്കലും പെൺകുട്ടി എന്നോട് ചോദിച്ചു, അച്ഛന്റെ നഖം വളരുമ്പോൾ അച്ഛൻ നഖം വെട്ടിക്കളയാറില്ലേ? അച്ഛന്റെ മുടി വളരും അച്ഛൻ മുടി വെട്ടാറില്ലേ? ഇതൊക്കെ അച്ഛന് ആവശ്യമില്ലാത്തതുകൊണ്ടല്ലേ അച്ഛൻ മുറിച്ച് കളയുന്നത്? അച്ഛൻ എനിക്ക് ആവശ്യമില്ലാതെ ജീവിതത്തിൽ വന്നു, ഞാനതിനെ കളയുന്നു. നഖം വെട്ടിക്കളയുന്ന ആഘാതത്തോടെ, മുടി മുറിക്കുന്നതിന് ആഘാതത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുകയാണ് ഗർഭചിത്രം പാപമല്ല. പ്രിയപ്പെട്ടവരെ, ആരെ, എന്ത്, എവിടെ, ഏത് രാജ്യം, ഏത് രാഷ്ട്രീയ നേതാവ്, ഏത് കോടതി ഇത് നിയമവിധേയമാക്കിയാലും തമ്പുരാന്റെ കോടതിയുടെ മുമ്പിൽ ഇത് ഘോരമായ പാപമാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമുക്ക് ദൈവത്തിന് ന്യായീകരിക്കാൻ പറ്റില്ല. അത്രയും ഘോരമായ പാപമാണ്. ആരെങ്കിലും പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയോ കൂട്ടുനിൽക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്തൊക്കെ അനുദപിച്ച് കുമ്പസാരിക്കണമേ എന്ന് ഉറപ്പെടുത്തുകയും എന്നൊക്കെ ഒരു ധ്യാനാവസരത്തില് ഒരു ഭാര്യ ഭർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. 7 വർഷമായി മക്കളില്ല. അപ്പൊ അവർക്കൊരു പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിയ പ്രേരണ കൊണ്ട് അവരോട് മാറ്റിയിരുത്തി ഓരോരുത്തരോട് സംസാരിച്ച് എന്താ പ്രശ്നമൊക്കെ അവിടെ ഇതൊരു തടസ്സമാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് ഇവിടെ ഏതോ ഗർഭചിത്രത്തിന് കൂട്ടുനിന്നു അതാണ് കാണിക്കുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ നടത്തിയിട്ടില്ല, കൂട്ടുനിന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഓർക്കാൻ പണ്ട് ഒരു കാര്യം സംഭവിച്ചാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചത്. അവരുടെ കൂട്ടുകാരിക്ക് അബദ്ധം പറ്റി. അപ്പൊ ഞാനാണ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതിന് 2 ദിവസം ഹോസ്പിറ്റലിൽ കൂട്ടുനിന്നൊക്കെ ഞാനാണ്. അത് അച്ഛാ അവളാ ചെയ്തത്. ഞാൻ അവളെ സഹായിച്ചെന്ന് മാത്രമേ, അവളുടെ വേറെ ആഹാരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളുടെ സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അറിവോടുകൂടിയാണോ അവിടെ ഗർഭചിത്രമൊക്കെ നടത്തിയത്? ഞാനറിഞ്ഞു, എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞു, മോളെ നീ അതിനെ ഓർത്ത് അനുദപിച്ച് ഉപസാരിക്കണം. അവളോട് തർക്കിക്കാൻ തുടങ്ങി. അച്ഛൻ ഞാനല്ല പാപം ചെയ്തത്, അവളാണ് പാപം ചെയ്തത്. ഞാൻ അവളെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് വീട്ടുകാർക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടെ പോയത് മാത്രമേ പറ്റ. ഞാൻ പറഞ്ഞു, മോളെ നിന്റെ അറിവോടുകൂടിയാണ് ആ പാപം നടന്നിരിക്കുന്നത്. നീ അതിനോർത്ത് ന്യായീകരിക്കാതെ അതിനെ ഓർത്ത് അനുദപിച്ച് ഉപസാരിക്കാൻ. അപ്പൊ അവള് എന്നെ മനസ്സിലാക്കി. അവൾ അനുദപിച്ച് ഉപസാരിച്ചു. 5-6 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഭർത്താവിനെ ഫോൺ വിളിച്ചു പറഞ്ഞു, അച്ഛാ എന്റെ ഭാര്യ ഗർഭിണിയാണ്. നോക്കിയേ, 7 വർഷത്തോളം കിടന്ന തടസ്സം. ആ 7 വർഷം പോകാത്ത ഹോസ്പിറ്റലിലില്ല. ഏത് ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടേഴ്സ് പറയും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുണ്ടാവുന്ന തടസ്സം 2 പേർക്കും ഇല്ല, നിങ്ങൾ ദൈവം തരും. അവർ ഡോക്ടേഴ്സ് പോലെ അങ്ങനെ പറഞ്ഞു. പക്ഷെ തടസ്സം കിടന്ന എവിടെയാ? ഈ പാപത്തിന്റെ ബന്ധനമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന പാപമല്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ, കൂട്ടുനിന്നിട്ടുണ്ടോ, അതിന് ആർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ, അതിനെപ്പോലെ അനുദപിച്ച് ഉപസാരിക്കണം. കാരണം തലമുറകളിലേക്ക് പോലും പ്രത്യാഘാതം കടന്നു വരുന്ന ഭീകരമായ പാപമാണിത്. അനുദപിച്ച് ഉപസാരിച്ചാൽ ദൈവം കാണാൻ കാണിക്കും. പക്ഷെ നമ്മളതിനെ ന്യായീകരിക്കുന്നതോടോ അതിന്റെ പ്രത്യാഘാതങ്ങള് അടുത്ത തലമുറകളിലേക്ക് പോലും കടന്നു വരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതെല്ലാം ഘോരമായ പാപമാണ് ഉറപ്പെടുത്തുകയാണ്. മദ്യം, മയക്കുമരുന്ന്, പുകവലി, ഇതൊക്കെ വലിയ പാപമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഇതൊക്കെ വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റേറ്റുപറണമെന്ന് ഉറപ്പെടുത്തുകയാണ്. 6-ാമത്തെയും 9-ാമത്തെയും പ്രമാണം, നീ വ്യഭിചാരം ചെയ്യരുത്. അന്യന്റെ ഭാര്യയെ അല്ലെങ്കിൽ അവന്റെ ഭർത്താവിനെ നീ മോഹിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുത്ത പരിശുദ്ധമായ കഴിവാണ് നമ്മുടെ ലൈംഗികത, നമ്മുടെ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത്.
ദൈവം എല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന പരിശുദ്ധവും പരിപാവനവുമായ ഒരു കഴിവാണ്. ശരിക്കും നമ്മുടെ ലൈംഗികത എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് ലൈംഗികത എന്ന് അർത്ഥമാക്കുന്നത്. ഇനി വിവാഹം എന്ന പരിശുദ്ധമായ കൂടാശ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ പങ്കാളികളാകുവാനും അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകുന്നതിന് വേണ്ടിയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധമായ കഴിവാണ് നമ്മുടെ ലൈംഗികത, നമ്മുടെ സെക്സ്വാലിറ്റി. ഒരിക്കലും ലൈംഗികത അല്ലെങ്കിൽ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ തിന്മയല്ല, അത് നന്മയാണ്. ഇനി എപ്പോഴാ തിന്മയായിട്ട് പാപമായിട്ട് മാറുന്നത്? ദൈവം നന്മയായിട്ട് നൽകിയതിനെ നാം തിന്മയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇത് പാപമായിട്ട് മാറുന്നത്. വ്യഭിചാരം ഭീകരമായ പാപം. അതിന് പറയുന്നു ബാക്കി എല്ലാ പാപവും ശരീരത്തിലും പുറത്തേ. വ്യഭിചാരം ചെയ്യുന്നവൻ ശരീരത്തിൽ തന്നെയാണ് പാപം ചെയ്യുന്നത്. ദാമ്പത്തിക അവിശ്വസ്തതകളിലൂടെ അവിഹിത ബന്ധങ്ങളിലൂടെയൊക്കെ ഈ വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഓർത്ത് ആഴമായിട്ട് അനുദമിക്കണമേ ഓർപ്പെടുത്തുകയാണ്. സോ പഠിപ്പിക്കുന്നുണ്ട്, 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും നടക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥ അവകാശം പിശാച് തട്ടിയിടും. നമ്മുടെ ഉടമസ്ഥൻ ദൈവമാണ് കേട്ടോ. സൃഷ്ടിയെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇപ്പൊ നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ്. പക്ഷേ 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും നടക്കുമ്പോൾ നമ്മുടെ ഉടമസ്ഥ അവകാശം, നമ്മുടെ ഓണർഷിപ്പ് പിശാച് തട്ടിയെടുക്കുകയാണ്. നമ്മൾ അതിനെ ഓർത്ത് ആഴമായിട്ട് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി പാപത്തിന് പരിഹാരം ചെയ്യുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മളെ വീണ്ടെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് വളരെ വലിയ പാപമാണ്. അതിനെ ഓർത്ത് അനുദപിച്ച് കുമ്പസാരം ഉറപ്പെടുത്തുക. ഈശോ പറഞ്ഞു, സ്ത്രീ ആസക്തിയോടുകൂടെ നോക്കുന്നവൻ അവളുമായി പാപം ചെയ്തു കഴിഞ്ഞു. അതിന് മറുവശമുണ്ട്. നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ കണ്ണിലൂടെ ഒത്തിരി പാപം കടന്നു വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പാപങ്ങളും പകുതിയിലേറെ പാപങ്ങളും ഇന്ന് കടന്നു വരുന്നത് കണ്ണിലൂടെയാണ്. അതാണ് സുവിശേഷം 6:20 വായിക്കുന്നുണ്ട്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവനും ദുഷിച്ചതായിട്ട് മാറും. ഇപ്പം ആസക്തി, നോട്ടങ്ങൾ, കാഴ്ചകൾ, മോശമായ സിനിമകൾ കാണുക, ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ പാപത്തിന്റെ വലിയ കൂടാരമായി മാറിയിരിക്കുകയാണ്. മ്ലേച്ഛത കണ്ട് ആസ്വദിക്കുന്ന പൈശാചികമാണ്. മറ്റുള്ളവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കുന്നത് അത് പിശാചി മാത്രം ചെയ്യുന്ന പൈശാചിക പ്രവൃത്തിയെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ പൈശാചികമായ അടിമത്തങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. റോമാലേഖനം 8-ാമത് വായിക്കുന്നുണ്ട്, ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ദൈവത്തിന്റെ ശത്രു പിശാചാണ്. അപ്പോൾ ജഡികതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ നാം പൈശാചികമായ അടിമത്തങ്ങളിലേക്ക് പോകുന്നത് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഘോരമായ പാപങ്ങളൊന്നും ചെയ്യരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗഭോഗം പാപമാണ്, സ്വയംഭോഗം പാപമാണ്, പിന്നെന്താണ് പ്രീ മാരിറ്റൽ സെക്സ് പാപമാണ്. എന്താണ് സ്വർഗ്ഗഭോഗം എന്ന് പറയുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, പിശാചിന് അവന്റെ ലക്ഷ്യം എന്താ? മനുഷ്യർ ലോകത്ത് ജനിക്കരുത്. അവനറിയാൻ 2 പുരുഷന്മാർ ഒരുമിച്ച് ജീവിച്ചാൽ പുതിയ ജീവൻ ഉണ്ടാകില്ല, 2 സ്ത്രീകൾ ഒരുമിച്ച് ജീവിച്ചാൽ പുതിയ ജീവൻ ഉണ്ടാകില്ല. അതുകൊണ്ട് എന്താ അവനതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒത്തിരി പേര് ഇതൊക്കെ മനുഷ്യന്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വാദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സോദോം ഗൊമോറ എന്ന പട്ടണത്തെ തമ്പുരാൻ അഗ്നിയും ഗന്ധവും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കിയ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇത് വായിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. എന്തായാലും ആ പട്ടണം നശിപ്പിക്കാൻ കാരണം ഈ സ്വർഗ്ഗഭോഗമെന്ന പൈശാചിക പാപം കാരണമാണ്. തമ്പുരാൻ ആ നഗരത്തെ, ആ പട്ടണത്തെ നശിപ്പിച്ചു. 2018 വിശുദ്ധാണ് പോയി കാണാൻ ഭാഗ്യം ലഭിച്ചു. അവയെ പോകുമ്പോൾ ഞങ്ങളെ ഗൈഡ് അയച്ചപ്പോൾ ഇതാണ് സോദോം ഗൊമോറ പ്രദേശം. നിങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ പ്രദേശം അങ്ങോട്ട് കാണുന്നത് ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല, വാരാൻ തുടങ്ങി കിടക്കുക. എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇന്നും അവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കാതെ കിടക്കുകയുണ്ടോ. തമ്പുരാൻ അഗ്നിയും ഗന്ധവും ഇറക്കി നശിപ്പിച്ച എന്നാലും കാരണം ഈ സ്വർഗ്ഗഭോഗം എന്ന ഭീകരമായ പാപം. സ്വയംഭോഗം പാപമാറിയപ്പെട്ടവരെ. ലൈംഗികത സ്വയം ആസ്വദിക്കാനുള്ളതല്ല, അത് പങ്കുവയ്ക്കപ്പെടേണ്ട സ്നേഹം, ദൈവം
കുടുംബമുള്ള ബന്ധങ്ങളൊക്കെ പാപം അടുത്ത കാലത്ത് മാനസികമായ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. പലരും പാപം അല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നുണ്ട്. ഇതൊക്കെ ഘോരമായ പാപങ്ങൾ അറിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനോർത്തൊക്കെ അനുദപിച്ച് ഉപസാരികൾ ഉറപ്പെടുത്തുകയാണ്. ചിലരുണ്ട് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ വ്യക്തി അല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പങ്കാളി മറ്റൊരു വ്യക്തി ആയിരുന്നെങ്കിൽ, ദൈവം നൽകിയതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത്, മറ്റൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ആയിരുന്നെങ്കിൽ എന്റെ ജീവിത പങ്കാളി എന്നൊക്കെ ചിന്തിക്കുന്നത് പോലും പാവമാ പ്രിയപ്പെട്ടവരെ. ദൈവം ഓരോരുത്തർക്കും ചേർന്ന ഇണയെ ദൈവം നൽകിയിട്ടുണ്ട്. 32:18 മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവർ ചേർന്ന ഇണയെ ഞാൻ നൽകും. ഓരോരുത്തർക്കും ചേർന്ന വ്യക്തിയെ ദൈവം തന്നിട്ടുണ്ട്. ദൈവം തന്നതിനെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കാം. എല്ലാം തികഞ്ഞ വ്യക്തിയായിട്ടല്ല തന്നിരിക്കുന്നത്. കുറവ് പോരായ്മയുണ്ട്. പക്ഷെ ആ ദൈവം തന്ന വ്യക്തിയുടെ കുറവുകളും പോരായ്മകളോടും കൂടെ ആ വ്യക്തിയെ അംഗീകരിച്ച് സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹമുള്ള ജീവിതമായിട്ട് മാറുന്നത് പ്രിയപ്പെട്ടവരെ. അവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ വന്നതിനൊക്കെ ഓർത്ത് അനുദപിച്ച് ഉപസാരിക്കണം ഉറപ്പെടുത്തുക. 7-ാമത്തെ 10-ാമത്തെ നീ മോഷ്ടിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് നാം തൃപ്തിപ്പെട്ട് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് ആവശ്യ നേരത്ത് ആവശ്യം പോലെ ദൈവം തന്നിട്ടുണ്ട്, തരികയും ചെയ്യും പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകണം. ദൈവം നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അല്ലാതെ പോരാ പോരാ ഇനിയും വേണം ഇനിയും വേണം അങ്ങനെ ആരും ചിന്തിക്കരുത്. നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്, തരികയും ചെയ്യും. ദൈവം നൽകിയത് കൊണ്ട് ദൈവമേ നന്ദി, ആ ഒരു സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ഈ സംതൃപ്തി ഇല്ലാതെ പോകുമ്പോഴാണ് മറ്റുള്ളവരുടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരുടെ വസ്തുക്കളാകാം, പണമാകാം, അതൊക്കെ അപഹരിച്ചെടുക്കുന്നത് ഒക്കെ വലിയ പാപമാണെന്ന് ഉറപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി അവന് കൊടുത്തു അവൾക്ക് കൊടുത്തു എഴുതി കിട്ടിയില്ല പ്രിയപ്പെട്ട അസൂയപ്പെടേണ്ടത്. നമുക്ക് ആവശ്യമുള്ള തമ്പുരാൻ തന്നിട്ടുണ്ട്, തരികയും ചെയ്യും. മറ്റുള്ളവർക്ക് ദൈവം കൊടുക്കുന്നതാണ് ദൈവമേ നന്ദി എന്ന് പറയുക. നീ അവരെ അനുഗ്രഹിച്ചല്ലോ, അവരുടെ നന്മയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അതിനേക്കാളും വലിയ അനുഗ്രഹം ദൈവം നമുക്ക് തരും പ്രിയപ്പെട്ടവരെ. ഈ അസൂയപ്പെട്ടത് കൊണ്ട് ഉള്ളതും കൂടെ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ, ഒരു ലാഭവുമില്ല. മറ്റുള്ളവരുടെ ജീവിതം നന്മയെ ഓർത്ത് ദൈവമേ നന്ദി, ഇതിന്റെ നാമത്തിന് മഹത്വം, നീ അവർക്കതെല്ലാം കൊടുത്തല്ലോ എന്ന് പറയുമ്പോഴ് നമുക്കതിനേക്കാളും വലിയ കൃപ ദൈവം തരും പ്രിയപ്പെട്ടവരെ. ഇനി മോഷണം എന്ന് പറയുമ്പോഴ് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നു, ഓഫീസിലാകാം അല്ലെങ്കിൽ കൃഷിപ്പണിയാകട്ടെ, ജോലിക്ക് നമ്മൾ പോകുമ്പോഴ് നമ്മളെ ഏൽപ്പിച്ച ജോലി ആത്മാർത്ഥതയോടെ ചെയ്യാതെ അതിന്റെ കൂലി, അതിന്റെ ശമ്പളം നാം മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് മോഷണമാണ്. അപ്പൊ നമ്മുടെ കഴിവും ആരും കണ്ടിട്ടാണ് നമ്മൾ ഒരാളെ നിയമിക്കുന്നത് അവന്റെ കീഴില് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കഴിവനുസരിച്ച് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാതെ എത്ര സമ്പാദിച്ചാലും അത് ഒക്കെ മോഷണമാണ് കേട്ടോ. ചിലരുണ്ട് ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ടിടുന്നു പോലും, എന്നിട്ട് വേറെ പരിപാടിക്ക് പോകുന്ന പരിപാടിയൊക്കെ, അങ്ങനെയൊക്കെ എത്ര ശമ്പളം മേടിച്ചാലും അതിന്റെയൊക്കെ പേര് മോഷണമാണ് പ്രിയപ്പെട്ടവരെ. ഇനി നമ്മളൊരാളെ ജോലിക്ക് വിളിക്കുമ്പോൾ അവർക്ക് അർഹമായ കൂലി കൊടുക്കണം, നാട്ടുകൾക്കനുസരിച്ചുള്ള വേതനം കൊടുക്കണം. അതൊക്കെ പിടിച്ചു വെച്ചാൽ അതൊക്കെ തെറ്റാണ്, അതൊക്കെ മോഷണമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കുക നടന്നു പോകാൻ വഴിയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ഒരു ഓട്ടോറിക്ഷ പോകാനെങ്കിലും വഴിയെ കൊടുക്കണം പ്രിയപ്പെട്ടവർ. ചിലരുണ്ടൊന്നും കൊടുക്കുകയാണ് പ്രിയപ്പെട്ട. അതൊക്കെ നമ്മുടെ സമുദായത്തിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകൾക്കൊക്കെ സ്വന്തം കൂടപ്പിറപ്പിൽ നടക്കാൻ വഴി പോലും കൊടുക്കാതെ എത്രയോ കത്തോലിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകും, കുർബാനയിൽ പങ്കെടുക്കും, ഭയങ്കര ഭക്തി പാരവശ്യങ്ങളൊക്കെയാണ്. പക്ഷെ സഹോദരങ്ങൾ അതിന്റെ വീട്ടിൽ കടന്നവർ വഴി പോലും കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു പിടി മണ്ണ് പോലും നമ്മുടെ കൂടെ കൊണ്ടുപോകില്ല കേട്ടോ, എല്ലാവരും ഇട്ടിട്ട് പോകാൻ നോക്കാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതൊക്കെ സന്തോഷം കൊടുക്കണം. 10 സെന്റുകളും പറയും, ചേട്ടാ സൈഡിലൂടെ നടന്നോ കേട്ടോ, വണ്ടി ഓടിച്ചോ കേട്ടോ, ഒരു കുഴപ്പമില്ല, അവർക്ക് 10 ഏക്കറോളാണ്, അവനത് കൊടുക്കുകയില്ല. ഇല്ലാത്ത എപ്പോഴും അവന് ഇല്ലായ്മയിൽ കൊടുത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളതൊന്നും കൊടുക്കുകയില്ല, അതിങ്ങനെ പിടിച്ചു വെച്ച് ഇരിക്കും. ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മരക്ഷയോർത്ത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഉറപ്പെടുത്തുകയാണ്.
8-ാമത്തെ പ്രമാണം, നീ കള്ളസാക്ഷി പറയരുത്, നീ നുണ പറയരുത്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ വചനമുണ്ട്, പിശാച് നുണയനാണ്, നുണയുടെ പിതാവുമാണ്. നാം നുണ പറയുമ്പോൾ, അസത്യം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പൈശാചിക അടിമത്തത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈശോ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ്. എവിടെ സത്യമുണ്ടോ അവിടെയാണ് ദൈവമുള്ളത് കേട്ടോ. സത്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും പൈശാചിക പ്രവർത്തികളാണ്. അതുകൊണ്ട് എപ്പോഴും സത്യം പറയുക, സത്യസന്ധമാണ് സംസാരിക്കുക, നുണ പറയരുത്. നുണ പറഞ്ഞാൽ നമുക്ക് നേടാനില്ല. ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ മറയ്ക്കണമെങ്കിൽ 10 നുണ വേറെ പറയേണ്ടി വരും. പക്ഷെ ആദ്യമേ ആ സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിതം സന്തോഷകരമായിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം സംസാരിക്കണം. അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറട്ടെ. എവിടെയാണ് എന്താണ് സത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തില്ല, കള്ളസാക്ഷ്യം പറഞ്ഞു, തട്ടിപ്പ് വെട്ടിപ്പ് കാണിച്ചൊക്കെ എന്തൊക്കെ സമ്പാദിച്ചാലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല കേട്ടോ. ചില കുടുംബങ്ങളിലുണ്ട് എപ്പോഴും ഹോസ്പിറ്റൽ കേസുകളാണ്. ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, അടുത്തയാൾക്കിട്ട്, അയാൾ വന്നു, അപ്പുറത്തേക്കിട്ട്, ഉള്ള പൈസയെല്ലാം ഈ ആശുപത്രി കൊണ്ട് കൊടുക്കാനേ സമയം. അങ്ങനെയുള്ള ചില കുടുംബങ്ങളെങ്കിലും ഒന്ന് ആത്മശോധന ചെയ്യണം കേട്ടോ. അന്യായമായത് കുടുംബത്ത് കയറി കൂടിയിട്ടുണ്ടോ? അന്യായമായത് കുടുംബത്ത് കയറി കൂടിയാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല, അടുത്ത തലമുറക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതിങ്ങനെ ചോർന്നു കൈവച്ച് തടയാൻ പോലും പറ്റിയവരെ നമുക്ക് ന്യായമായതേ അനുഭവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഓർക്കും, അവനാ തട്ടിപ്പ് നടത്തി, ഇവളാ തട്ടിപ്പ് നടത്തി, അവർക്കെല്ലാം മെച്ചമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കാണുന്നില്ലേ പല തട്ടിപ്പുകളും പിടിക്കുന്നതൊക്കെ? ചെറിയ വലിയ നേട്ടമൊക്കെ ഉണ്ടായി, പക്ഷെ പിന്നീട് അതെല്ലാം നഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടൊന്നും ഒന്ന് നേടാൻ ശ്രമിക്കരുത്. നികുതി വെട്ടിപ്പും ഒക്കെ നടത്തി നമ്മൾ എന്തെങ്കിലും സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നമുക്ക് ശാശ്വതമാകില്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമുക്ക് വേറെ വഴിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് സത്യസന്ധമായ ജീവിത ശൈലികൾ എപ്പോഴും എവിടെയാണെങ്കിലും സത്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്ത്യാനികളുടെ മുഖമുദ്ര സത്യം എന്ന് പറയുന്നത്. അത് നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടത് സത്യ ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ എവിടെയും സത്യം പറയാനുള്ള ആർജവത്വം, ആ ധൈര്യം നമ്മൾ കാണിക്കണം. പ്രിയപ്പെട്ടു, ഒരുപക്ഷെ സത്യം പറഞ്ഞതിന് വില കൊടുക്കേണ്ടി വന്നേക്കാം, പക്ഷെ അതൊക്കെ അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് സത്യസന്ധമായ നിലപാടുകളൊക്കെ നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ എവിടെയൊക്കെ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്തൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് അനുദമിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പാപങ്ങളെ ഓർത്ത് ആഴമായിട്ട് അനുദമിച്ച് നല്ല കുമ്പസാരം നടത്തുന്നുവോ അവരിലേക്കാണ് ദൈവത്തിന്റെ രക്ഷ കടന്നു വരുന്നത്. ഇപ്പൊ നമ്മള് രണ്ടുപടിയോടുകൂടി നമ്മൾ കുമ്പസാരം ആരംഭിക്കും. ഇപ്പൊ നമ്മൾ ദിവികാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഇത് വെച്ച് സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ നമുക്ക് നമുക്ക് അല്പസമയം നമ്മളൊന്ന് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു. കുർബാന എന്തിച്ച് വെച്ച് നല്ല കുമ്പസാരത്തോട് പ്രാർത്ഥിച്ചു ഒരുങ്ങും. കേട്ട വചനത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒരു നല്ല കുമ്പസാരം നടത്താൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ. പ്രിയപ്പെട്ടവരെ, മഹാനായ അലക്സാണ്ടർ പോപ്പിന്റെ വാക്കുകളുണ്ട്, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണി പറക്കുന്നില്ലെങ്കിൽ ക്രിസ്മസ് എനിക്ക് അനുഭവമായി മാറില്ല. ഉണ്ണീശോ പിറക്കണമെന്ന് ഹൃദയത്തിലാണ് അറിയപ്പെട്ടവർ, വേറെ എവിടത്തുമില്ല. ഉണ്ണീശോ ഹൃദയത്തിൽ പിറക്കണമെങ്കിൽ ഹൃദയത്തിൽ പാപം ഉണ്ടായിരിക്കരുത്. പാപമുള്ളിടത്ത് ദൈവത്തിന് വന്ന് പിറക്കാൻ സാധിക്കുകയില്ല. ആണ് കുമ്പസാരം എന്ന കുലാശ. നമ്മൾ ചെയ്തു പോയ പാപം ഏറ്റു പറയുമ്പോൾ ആ പാപം ഈശോക്ക് മോചനം നൽകുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി ഗൗരവത്തോടുകൂടെ പാപത്തെ ഓർത്ത് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്താൻ പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ആഗ്രഹിച്ച് എളിമയോടുകൂടെ അനുതാപത്തോടുകൂടെ പാപം ഏറ്റു പറയുമ്പോൾ ഈശോ എല്ലാ പാപവും നമ്മളെ കഴുകി വിശുദ്ധീകരിക്കും. യെശയ്യാ 59
ഒന്നാമത് പറഞ്ഞിങ്ങനെയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്ന് മറച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ പാപങ്ങൾ മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പാപം ഏറ്റുപറയുമ്പോഴാണ് എല്ലാ പാപവും ഈശോ മോചനം നൽകുന്നത്. അപ്പോൾ വലിയ ആഗ്രഹത്തോടു കൂടെ നമുക്ക് സമയം ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ഈശോയെ ഒന്ന് ആരാധിച്ച് ഈശോ അടുത്തിരുന്ന് അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുകുത്തി നിൽക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റിരിക്കാം. പറ്റുന്നവരൊക്കെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയെ പ്രവർത്തനത്തിലേക്ക് നമുക്കിപ്പോൾ സ്വാഗതം ചെയ്യാം. ഈശോയെ, നീ കടന്നു വരണമേ. എല്ലാ പാപങ്ങളും മോചിപ്പിക്കാൻ കഴിവുള്ളവനെ, കരുണാമയനായ ഈശോയെ, നീ കടന്നു വരണമേ എന്ന് നമുക്ക് എളിമയോടെ പ്രാർത്ഥിച്ച് ഈശോയെ നമുക്ക് മതത്തിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരോഗ്യമനുവദിക്കുമെങ്കിൽ പറ്റുന്നവര് മാത്രം മുട്ടുന്നില്ല. ഇതാ പാപവിമോചകനായ ഈശോ, പാപികളെ സ്നേഹിക്കുന്ന ഈശോ, അവയെ കാണുവാൻ, അനുഗ്രഹിക്കുവാൻ, പാപങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ഇതാ ഈശോ കടന്നു വന്നിരിക്കുകയാണ്. ആ ഈശോയ്ക്ക് ആരാധനയും മഹത്വവും കൊടുത്തുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് കസേരകളിൽ ഇരിക്കാം. സാധിക്കുന്നവരൊക്കെ കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ സ്നേഹത്തോടെ നമ്മെ ക്ഷണിക്കുകയാണ്. യെശയ്യാ 1:18 വരുവിൻ നമുക്ക് രമ്യതപ്പെടാം,
നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും മഞ്ഞുപോലെ ഞാനത് വെണ്മയുള്ളതാക്കി തരും. രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. ഈശോയുടെ ആഹ്വാനം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഒരു നല്ല കുമ്പസാരം നടത്തണമെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത്, ദൈവമേ ഞാനൊരു പാപിയാണ് എന്നുള്ള തിരിച്ചറിവാണ്. അത് നമ്മൾ അംഗീകരിച്ച് ഏറ്റുപറച്ചിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളെല്ലാവരും മാനുഷിക ബലഹീനതയിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ഒത്തിരിയേറെ പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. ദൈവമേ ഞാനൊരു പാപിയാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറയാം. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. സമ്പത്തിനും ജോലിക്കും ആളുകൾക്കുമൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്തു പോയിട്ടുണ്ട് ഈശോയെ. അവിടുത്തെ പരിശുദ്ധമായ നാമത്തെ ഞാൻ വൃഥാപയോഗിച്ചു. നേർച്ചകളൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാതെ വിട്ടിട്ടുണ്ട് ഈശോയെ. കർത്താവ് ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന കാലത്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ട്. പലപ്പോഴും കുർബാനയൊക്കെ മുടക്കിയിട്ടുണ്ട് ഈശോയെ. മാപ്പ് ചോദിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നമുക്കായി ഈരടി ഒന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ഈശോയെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ, അവരെ അനുസരിക്കുന്ന കാലത്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് ഈശോയെ. ജീവിത പങ്കാളികളും മക്കളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുന്ന പകരം വെറുപ്പോടും വിദ്വേഷത്തോടും വൈരാഗ്യത്തോടും പെരുമാറിയിട്ടുണ്ട് ഈശോയെ. ഒത്തിരി പേർ ക്ഷമിക്കാനൊക്കെ ഉണ്ട്. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈശോയെ. മാപ്പ് ചോദിക്കുന്നു ഈശോയെ. ഗർഭചിത്രമൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും ഈശോയെ. മാപ്പ് ചോദിക്കുന്നു. തമ്പുരാനെ, മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയൊക്കെ എൻ്റെ പരിശുദ്ധമായ അങ്ങ് വസിക്കുന്ന ഈ ശരീരത്തെ ഞാൻ മലിനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനോർത്തെല്ലാം മാപ്പ് ചോദിക്കുകയാണ്. 6-ാം പ്രമാണ ലംഘനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും 10-ാമത്തെ പ്രമാണങ്ങളൊക്കെ ഈശോയെ ലംഘിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപത്തിന്റെ മാലിന്യങ്ങളും നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഈശോയെ, തിരക്തം കൊണ്ട് എന്നെ പരിപൂർണമായി കഴുകണമേ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ 2 കരങ്ങളും ഉയർത്തി ദൈവകരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. തീരുമാനമെടുക്കാം. ഈശോയെ, എന്നേറ്റ് പറഞ്ഞ പാപങ്ങൾ ഞാൻ ഒരിക്കലും ആവർത്തിക്കുകയില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് എടുക്കാം. ഒപ്പം ചെയ്തുപോയ പാപങ്ങളെ അങ്ങനെ പ്രതിപുഷ്ണ വൈദികനോട് തുറന്നു പറയും. ഒരു പാപം പോലും മറച്ചു വെക്കാതെ ഞാൻ മനസ്സോർന്ന് കുമ്പസാരിക്കുമെന്ന് നമുക്ക് ഈശോയോട് പറയാം. പാപം മറച്ചു വെച്ചുള്ള കുമ്പസാരങ്ങൾ കുമ്പസാരമേ അല്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓർമ്മയുള്ള പാപങ്ങൾ
ഏറ്റുപറയാത്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോഴാണ്, തുറവിയോടെ കുമ്പസാരിക്കുമ്പോഴാണ് ഈശോയുടെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഒപ്പം കുമ്പസാരത്തിൽ വൈദികരിലൂടെ നടക്കുന്ന പ്രായശ്ചിത്തമൊക്കെ ഞാൻ നിറവേറ്റുമെന്നും നമുക്കൊരു തീരുമാനമെടുക്കാം. തുടർന്ന് നമ്മുടെ വ്യക്തിപരമായ കുമ്പസാരണ സമയമാണ്. നമ്മുടെ പള്ളിയുടെ താഴെയുള്ള ഹാളിലായിരിക്കും കുമ്പസാരം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ആവശ്യത്തിന് വൈദികരുണ്ടാകും. എല്ലാവരും കൂടെ ഓടിപ്പോകേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചൊരുങ്ങിയവർ താഴോട്ട് പോയി കുമ്പസാരിച്ചിട്ട് തിരിച്ചു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരുടെയും കുമ്പസാരം തീർന്നോളം വരെ ഇവിടെ ആരാധന അനുസരിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സമയത്ത് കർണക്കൊന്തയൊക്കെ ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ കുമ്പസാരം കഴിഞ്ഞ് ആരും പുറത്തൂടെ നടക്കരുത്. കുമ്പസാരം കഴിഞ്ഞ് വന്ന് ഈശോയുടെ മുന്നിൽ അല്പസമയം നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു 3:15 നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള സമയം ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് പെയ്തിറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ കുമ്പസാര സമയം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാകാനായിട്ട് ആഗ്രഹിക്കാം. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കുമ്പസാരിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ചേർന്ന് പാടാം.